ഹലോ, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയൊരു ദുരന്തം, അതോടൊപ്പം തന്നെ നമ്മുടെ വാസവനെതിരെ നമ്മുടെ വിക്രം വജ്രായുധങ്ങൾ എറിയാൻ തുടങ്ങി, അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ വരുന്ന സംഭവ വികാസം. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ആ പവിത്രം സീരിയലിൻ്റെ ഇനി വരാനുള്ള ഒരു എപ്പിസോഡിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ അതിൽ ഇന്ന് കാണിക്കുന്ന ആദ്യ രംഗം എന്ന് പറയുന്നത് നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരനായ സജീവൻ നമ്മുടെ വാസവൻ്റെ മകൻ കിടക്കുന്ന ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഒരു ബൈസ്റ്റാൻഡറാണ് അവിടെ ഉള്ളത്. എൻ്റെ അയാളെടുത്ത് ഈ അറ്റൻഡറുടെ വേഷത്തിലാണ് നമ്മുടെ സജീവൻ വിക്രമിൻ്റെ ഫ്രണ്ട് അവിടെ പോകുന്നതും മാസ്കൊക്കെ ധരിച്ചാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഡോക്ടർ തിരക്കുന്നുണ്ട്, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ബൈസ്റ്റാൻഡർ ഇരുന്ന് ഉറങ്ങുന്നൊരു ഇതായിരുന്നു. എന്നിട്ട് അയാൾ പെട്ടെന്ന് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സജീവൻ പെട്ടെന്ന് തന്നെ വരുണ് ഓൾറെഡി ഓക്സിജൻ്റെ സഹായത്തോടു കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം ആ ഓക്സിജൻ്റെ ആ മാസ്ക് എടുത്തങ്ങ് മാറ്റി കൊടുക്കണം. ആ സമയം വരുൺ ശ്വാസം കിട്ടാണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വരുണിൻ്റെ അടുത്തിരുന്ന ബൈസ്റ്റാൻഡർ റിസപ്ഷനിൽ ചെന്നിട്ട് എന്തിനാണ് ഡോക്ടറെ കാണാൻ പറഞ്ഞതെന്ന് ചോദിച്ച് ചെല്ലുകയാണ്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, ഇല്ലല്ലോ ഇപ്പോൾ ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ, എന്തായിരുന്നു, അല്ല ഒരു അറ്റൻഡർ വന്നിട്ട് ഇങ്ങനെ ഡോക്ടറെ കാണണം ചെല്ലാൻ പറഞ്ഞു വന്നു. ഇല്ലില്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ അയാൾ ഓടി റൂമിലോട്ട് ചെല്ലുകയാണ്. കാരണം വരുണിന് എന്തെങ്കിലും ആപത്ത് പറ്റി ഇതാരാണെന്ന് അറിയാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റിയിട്ടിരിക്കണം. അപ്പോൾ തന്നെ നേഴ്സൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ആ ഓക്സിജനൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് നോക്കുകയാണ്. കാരണം അവിടെ തൽക്കാലം ഒരു ഡോക്ടർ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഡോക്ടർ വന്ന് ചെറുതായിട്ട് ബോഡി ഒന്ന് വീക്കായിട്ടുണ്ട്. കാരണം ആ ഇച്ചിരി നേരത്തേക്കാണെങ്കിൽ ഓക്സിജൻ പെട്ടെന്ന് മാറിയപ്പോൾ ആ ഒരു ചെറിയൊരു ബോഡിക്കൊരു ചെറിയ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സമയത്ത് ഇതൊന്നും അറിയാണ്ട് വാസവൻ തൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ വലിയ കേക്കൊക്കെ മേടിച്ചു, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് മോള് പറയുന്നുണ്ട്, അച്ഛാ വരുണേട്ടനും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ പറയും, സാരമില്ല, അടുത്ത ബർത്ത്ഡേ നമുക്ക് എല്ലാവരും ഒത്ത് സന്തോഷത്തോടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ അവളത് പൊട്ടിച്ച് നോക്കുമ്പോൾ വില കൂടിയ ഒരു മൊബൈലാണ്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വരുണേട്ടന് ഇന്ന് രാത്രി എന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയും ഇൻവെർട്ടറും വർക്ക് ചെയ്യാണ്ടൊക്കെ വരികയാണ്. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വെട്ടം വരാണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് വാസവൻ മൊബൈലിലെ വെട്ടമൊക്കെ തെളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റ് ടൈമിന് കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്താണ് കേക്ക് കറണ്ട് പോണതും ഇങ്ങനെ സംഭവം, ഇൻവെർട്ടറും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തന്നെ വാസവൻ്റെ മൊബൈലിൽ ഒരു കോള് വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഇങ്ങനെ ഒരാൾ വന്നെന്നും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ആ ഓക്സിജൻ മാസ്ക് മാറ്റിയെന്നു. അപ്പോൾ മോളെടുത്തും വൈഫിൻ്റെ അടുത്തും ഒന്നും പറയാണ്ട് പെട്ടെന്ന് തന്നെ വാസവൻ ആ ഹോസ്പിറ്റലിലോട്ട് വരുണിൻ്റെ അടുത്ത് പോവാണ്. ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ശ്രീജ ഉറക്കം വരാതെ വെള്ളം ദാഹിച്ചപ്പോൾ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വരികയാണ്. പക്ഷെ വരുന്ന സമയത്ത് ഉമ്മറത്ത് ഒരു വെട്ടം കിടക്കുന്നുണ്ടോ. അപ്പോൾ ശ്രീജ മനസ്സിലോർത്ത്, എന്താണാവോ ഉമ്മറത്ത് വെട്ടം കിടക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വേദ ആരെയോ നോക്കിയിരിക്കുന്ന പോലെ ഈ അർദ്ധരാത്രിയിൽ ഇരിക്കുകയാണ്. ഇതെന്താണ്, നീ ആരെ നോക്കിയാണ് ഇരിക്കുന്നത്, എന്തു പറ്റി, നിനക്ക് ഉറക്കമൊന്നും വന്നില്ലേ, വിക്രം എന്തേ ഉറങ്ങുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാര്യം ഉറങ്ങാൻ നേരത്തെ വിക്രം റൂമിലോട്ട് പോയി കണ്ടതാണ് ശ്രീജ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ല ശ്രീജ ഏട്ടത്തി, വിക്രം ഇറങ്ങി പോയിട്ടുണ്ട്, എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല, എനിക്ക് ആകെ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല ശ്രീജ ഏട്ടത്തി എന്ന് പറയുന്നു. വിക്രം പുറത്തു പോയെന്നു, എന്തിനാണ്, അതൊന്നും എനിക്കറിയില്ല, അച്ഛനോട് വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയത്, തറവാട് നഷ്ടപ്പെടാണ്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, ഇനി എന്തെങ്കിലും ചെന്ന് കുടുക്കിൽ ചെന്ന് ചാടുമോ ശ്രീജ ഏട്ടത്തി, നീ ആവശ്യമില്ലാണ്ട് ടെൻഷനൊന്നും അടിക്കല്ലേ വേദേ, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇല്ല ശ്രീജേട്ടത്തി, വിക്രം എന്തോ മനസ്സിൽ കരുതി തന്നെയാണ് പോയിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്തെങ്കിലും അപകടം വരും എന്ന് പറയുന്നുണ്ട് നമ്മുടെ വേദ. ആ സമയത്ത് ശ്രീജ അവളെ കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചെന്നിട്ട് നമ്മുടെ മാഷിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ചെന്ന് പറയുകയാണ്, വിക്രം ഈ രാത്രിയിൽ ഇറങ്ങിപ്പോയെന്നും എന്തിനാ പോയെന്നൊന്നും അറിയില്ല അച്ഛാന്ന് നമ്മുടെ വേദയും ശ്രീജ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം നന്ദിനിയും നമ്മുടെ വിനായകനൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമലയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി അടുത്ത് എന്ത് ഊര
ഒഴുക്കിലാണ് ഇവൻ ചെന്ന് ചാടുന്നത്. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, എന്ത് ചെന്ന് ചാടാൻ, വരുന്നിടത്ത് വെച്ച് കാണാം, എന്താണെങ്കിലും നല്ല മാർഗ്ഗമായിരിക്കില്ല അവൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മാഷിൻ്റേതായിട്ടുള്ള പ്രയാസവും സങ്കടവും കൊണ്ട് മാഷ് അങ്ങ് പറയുകയാണ്. എന്നിട്ട് വേദിയുടെ അടുത്ത് പറയുന്നുണ്ട്, കുട്ടി പോയി കിടന്നോളൂ, എല്ലാവരും പോയി കിടന്നോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഇരിക്കണം. എന്നാലും ശ്രീജിക്കും വേദയ്ക്കും അമ്മയ്ക്കും ഒക്കെ ആകെ ടെൻഷൻ. നന്ദിനിക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എങ്കിലും വിക്രം എങ്ങോട്ട് പോയി എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. എന്തായാലും വീട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി വിക്രം എന്തെങ്കിലും കാര്യം ചെയ്യും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പ് നമ്മുടെ നന്ദിനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി കിടക്കുന്ന സമയത്ത് മാഷ് എല്ലാവരും കിടത്തിയ ശേഷം ഇനി വാസവൻ്റെ ഗുണ്ടകൾ എങ്ങാനും വന്ന് വീട് ആക്രമിക്കുമോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറത്തു നിന്ന് ഡോർ അടച്ചിട്ട് വെളിയിൽ കാവലായി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. കാരണം ആ ഒരച്ഛൻ്റെ ആ സമയത്ത് ഒരു നിസ്സഹായ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ തൻ്റെ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന 3 പെൺകുട്ടികൾ, അവർക്കൊരു സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ ജീവന് പോലും ഒരു ഉറപ്പില്ലാത്ത ഒരവസ്ഥ. തൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു രീതിയിൽ ജീവിച്ച ഒരു അധ്യാപകൻ, ഒരു രാഷ്ട്രപതിയിൽ നിന്ന് മാതൃകാധ്യാപകനുള്ള അവാർഡ് വാങ്ങിയൊരു വ്യക്തി, എന്നിട്ട് കൂടിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. അതോടൊപ്പം വിക്രം ഇനി അടുത്ത് എന്തിലാണ് ചെന്ന് പെട്ടയ്ക്കുന്നത്, ഇതൊന്നും ആലോചിച്ചിട്ട് ഇതും കിട്ടാണ്ട് അദ്ദേഹം ആകെ ഒരിതായി നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ MLA വാസവൻ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇവിടെ ഒരു സംരക്ഷണം ഇല്ലെന്നോ, ഇത് എന്താണിത് എന്ന് ചോദിച്ച് വാസവൻ MLA അവിടെ ഡോക്ടറോടൊക്കെ ചൂടാവുകയാണ്. കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ ഓക്കെയാണ് വരുൺ, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിക്കുക, ഇവിടെ വരുണിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു പോലീസ് കാവൽ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ വാസവന് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തോ അപകട സൂചനയാണല്ലോ. അതായത് ഹോസ്പിറ്റലിൽ കയറി വരുണിനെ അപായപ്പെടുത്തണമെങ്കിൽ അത് വാസവനോട് ശത്രുതയുള്ള ആരോ ആണ് എന്നുള്ള കാര്യം വാസവന് ഉറപ്പായി. അപ്പം ഒട്ടും സേഫ് അല്ല വരുൺ എന്നുള്ള കാര്യം വാസവന് മനസ്സിലൊരു പേടി തോന്നി തുടങ്ങുകയാണ്. അതിനുശേഷം വാസവൻ പതുക്കെ മൊബൈൽ എടുത്തിട്ട്, കാര്യം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് ഭാര്യയും മോളും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടാണല്ലോ വരുന്നത്. വാസവൻ ആദ്യം ഭാര്യയെ വിളിച്ചു നോക്കുന്നു, അപ്പോൾ കോൾ എടുക്കുന്നില്ല. പിന്നെ മോളെ വിളിക്കുന്നു, മോളും കോളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു അപകടം മണക്കുന്നു എന്നുള്ള കാര്യം വാസവന് മനസ്സിലാവുകയാണ്. അപ്പോൾ വാസവന് ഇവിടെ ഒരു വശത്ത് മകൻ, മറുവശത്ത് ഭാര്യയും മോളും, എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആദ്യമായി വാസവൻ്റെ മുഖത്ത് ആ ഒരു ഭയം, അതായത് തനിക്ക് തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു അപകട സൂചന എന്നുള്ള രീതിയിൽ വാസവൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുന്ന നിമിഷങ്ങളായിരുന്നു അത്. അടുത്തതായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ വീടാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി അവിടെ മുറ്റം എന്തോ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജപ്തി നടപടിക്കുള്ള കാര്യങ്ങളുമായിട്ട് അതാ വരുന്നു നമ്മുടെ JCBയും അതുപോലെ തന്നെ വക്കീലും പോലീസും ഒക്കെ ഒരു ഒരുക്കം പോലെ എല്ലാവരും വരികയാണ്. ഇത് കണ്ട് നന്ദിനി ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. നന്ദിനി അമ്മേന്ന് വിളിച്ചുകൊണ്ട് കമലയെ വിളിച്ചുകൊണ്ട് ഓടുകയാണ് അകത്തോട്ട്. അമ്മയെ വേഗം അതേ ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു എന്ന് പറയുന്ന ആ സമയത്ത് സുധാകര മാഷും നമ്മുടെ വേദയും ശ്രീജയും അതുപോലെ നമ്മുടെ വിനായകനും കമലയും എല്ലാവരും ചങ്ക് പൊട്ടിക്കൊണ്ട് പുറത്തോട്ട് അങ്ങ് എടുത്ത് ഓടുകയാണ്. എന്തു പറ്റി, അവർ വന്നു, ഇത്ര വേഗം വന്നോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചങ്ക് പൊട്ടിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരാണ്. അപ്പോഴേക്കും ദേ വന്ന് നിൽക്കുന്നു വീടിൻ്റെ മുൻവശത്തായിട്ട് JCBയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നും അറിയാണ്ട് മാഷ് പകച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണ്. വേദയും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് വക്കീൽ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ ജപ്തി നടപടിക്കായി വന്നതാണ്, 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അതും എടുത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് കുറച്ചും കൂടെ സമയം, ഇതൊന്നും ഞങ്ങളിൽ പെടുന്ന കാര്യങ്ങളല്ല, ബാങ്ക് പറയുന്ന കാര്യങ്ങളും ആ നടപടിക്രമങ്ങൾ എടുക്കാനുമാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ അതൊക്കെ ബാങ്കുമായിട്ട് നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അടയ്ക്കേണ്ട തുകകളൊക്കെ അടയ്ക്കണമായിരുന്നു, ഈ സമയത്തല്ല അതെന്ന് പറയേണ്ടത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്ത് ബാങ്കിൻ്റെ പ്രൊസീജിയറാണ് സാർ, അങ്ങനെ ഞായറാഴ്ച എന്നൊന്നുമില്ല. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഈ JCB നാളെ വേറെന്തോ മാലിന്യം കോരാനായിട്ട് പോകും, അതിനു മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം, അത് സൺഡേ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് തരേണ്ട അറിയിപ്പുകളെല്ലാം ഞങ്ങൾ തന്നതാണല്ലോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, 15 ദിവസത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കണ്ട, 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മാഷും കമലയും എല്ലാം കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ
പറയും ഞങ്ങളുടെ ഈ വീട് കമല കാലി പിടിക്കുന്ന പോലെ പാവം ആ അമ്മ ചങ്ക് പൊട്ടിയാണ് അവരുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾ അത്രയ്ക്ക് കെട്ടിയ വീടാണ് സാറന്മാരെ, നിങ്ങൾ ഈ വീട് ഇടിച്ച് തകർക്കല്ലേ, വേണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം, എങ്കിലും ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ വീട് ഇടിച്ച് തകർക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് ആ അമ്മ കരഞ്ഞ് കേഴുകയാണ്. ഇത് കണ്ടപ്പോൾ വേദ പറയുന്നുണ്ട്, എത്ര ഇതെടുത്തിരുന്നാലും ശരി ഈ വീട് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി അഥവാ ഞങ്ങൾ ഈ വീട്ടിൽ വന്നു കയറിയ 3 മരുമക്കളാണ് ഞങ്ങൾ. ഈ 3 മരുമക്കൾ മതി ഞങ്ങളുടെ വീട് സംരക്ഷിക്കാനും ഞങ്ങളുടെ അച്ഛനെയും അമ്മയെ സംരക്ഷിക്കാനും എന്ന് വേദ പറയുന്നുണ്ട്. എന്നിട്ട് വേദ നേരെ ശ്രീജേട്ടത്തിയുടെയും നന്ദിനേട്ടത്തിയുടെയും കൈ പിടിച്ചിട്ട് ആ JCBയുടെ മുന്നിലായിട്ട് ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കൈ കോർത്തു പിടിച്ച് അവരങ്ങ് നിൽക്കും. ഇനി ഞങ്ങളെ നിങ്ങൾ ഇവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീട് പൊളിക്കാനായിട്ട് ഒരുങ്ങിയാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറയും. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ നിയമ നടപടികൾ തടസ്സപ്പെടുത്താണ്ട് മാറി നിൽക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് നിയമ നടപടികളാണ് സാറ്, ഒരു വീട് ജപ്തി ചെയ്യുന്നതിന് മുന്നേ നോട്ടീസ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജപ്തിക്കുള്ള ഇതായി എന്നൊക്കെ മുൻകൂർ അറിയിക്കും. അതൊന്നും അങ്ങനത്തെ യാതൊരു പ്രൊസീജിയറും ചെയ്യേണ്ട മറ്റാർക്കോ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇതൊന്നും ഞങ്ങളോട് പറയേണ്ടെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. എങ്കിലും വേദ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്ന കാര്യം ഉറപ്പാണ്, സാറിന് വേണമെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാം, അത് വനിതാ പോലീസ് വന്നതിന് ശേഷം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാമെന്നും വേദ ഉറച്ചു നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രീജയും നന്ദിനിയും ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് മാഷും കമലയും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിനായകന് കാര്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ പേടിയാണ്. പക്ഷേ വേദയുടെ ആ ഒരു സാമർഥ്യവും ആ ഒരു ബലവും കണ്ടപ്പോൾ അവനും ഒരു ധൈര്യമൊക്കെ വന്നു. അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ വീട് ഇടിച്ച് നിരത്താൻ വന്ന വക്കീലിനോടും അല്ലെങ്കിൽ ആ പോലീസുകാരനോടും അവരൊറ്റക്കെട്ടായിട്ട് തന്നെ ഇത് സമ്മതിച്ച് തരില്ല, ഞങ്ങൾ മാറില്ല ഇവിടെ നിന്ന് തീർത്ത് അവർ പറയുന്ന ഒരു സീനാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ MLA വാസവൻ്റെ കാറ് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വാസവൻ അതിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനാണ്. അപ്പോൾ നമ്മുടെ ശ്രീജയും വേദയും നമ്മുടെ നന്ദിനിയെല്ലാം അതിശയത്തോടു കൂടി തന്നെ അയാളെ ധൈര്യത്തോടു കൂടെ തന്നെ അവർ നോക്കി നിൽക്കുന്ന ഒരു സീനാണ് അവിടെ കാണുന്നത്. ഇനിയുള്ള രംഗങ്ങളിൽ വാസവൻ എന്തൊക്കെ ഗുലുമാലുമായിട്ടാണ് വരുന്നതെന്നും ഇനി നമ്മുടെ സുധാകരൻ മാഷിനോടും കുടുംബത്തോടും അടുത്ത് എന്ത് ക്രൂരതയാണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ പവിത്രം സീരിയലിൻ്റെ സുധാകരൻ മാഷിൻ്റെ ഞെട്ടിക്കുന്ന ആ ഒരു ദിവസം, അവർ കാത്തിരുന്ന ആ ഒരു ദിവസം ഇതാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നോ, അവർ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, അല്ലെങ്കിൽ ആ സുധാകരൻ മാഷ് ഇത്രയും നാൾ നെയ്തെടുത്ത് സമ്പാദിച്ചു വെച്ച് ആ വീട് കൺമുന്നിൽ തന്നെ ഇടിച്ചു നിരത്തുമോ, ഇതൊന്നും നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ എപ്പിസോഡുകളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.